ഈ വിഷയമുണ്ടായ മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മുൻകൈയെടുത്ത MLA സർക്കാരിന്റെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പുറത്തുനിന്ന് കൂലിക്ക് കൊണ്ടുവന്ന ആളുകൾ കൂകി അധിക്ഷേപിച്ചപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മിണ്ടാതിരുന്നതും അവരോട് ഇത്തരം അപഹസിക്കുന്ന നടപടികൾ ഉണ്ടാകരുത് എന്ന് പോലും പറയാതിരുന്നതും തികഞ്ഞ മര്യാദകേടാണ്. മുണ്ടകൈ ചൂരൽമല മേഖലയിൽ സർക്കാരിന്റെ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും നമുക്കറിയാം 2018 പോലത്തെ ഒരു ദുരന്തമല്ല. വയനാട് ജില്ലയിലെ ഒരു പഞ്ചായത്തിലെ 3 വാർഡുകൾ മാത്രം ഉൾപ്പെട്ട ഒരു ദുരന്തമാണ്. ആ ദുരന്തത്തിലെ ആളുകൾക്ക് വീടുകൾ വെച്ചു കൊടുക്കുക മാത്രമാണ് ഇപ്പോൾ ഗവൺമെന്റ് ചെയ്തത്. ധാരാളം ആളുകളുടെ പരാതികൾ അവിടെ നിൽക്കുന്നവരുടെ ചികിത്സാ സഹായം കൊടുക്കുന്നില്ല, അവർക്ക് വീടുകളിലേക്ക് മാറാൻ കഴിയാതെ നിൽക്കുന്നവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നില്ല എന്നെല്ലാം പരാതി നിൽക്കുന്നു. ഇതേതാണ്ട് CPM ചെയ്തു കൊടുത്തത് പോലുള്ളൊരു വ്യാപകമായ പ്രചരണമാണ് നടക്കുന്നത്. CPM അല്ല, ഇത് ഗവൺമെന്റാണ് ചെയ്തത്. ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈയയച്ച ആളുകൾ സഹായിച്ചതാണ്. ഞങ്ങൾ UDF MLA ഉൾപ്പെടെയുള്ള ആളുകൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയ സഹായം കൊണ്ടാണ് ഇത് ചെയ്തത്. അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് തികഞ്ഞ മര്യാദകേടാണ്. മാത്രമല്ല, ഈ വിഷയമുണ്ടായ മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മുൻകൈയെടുത്ത MLA സർക്കാരിന്റെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പുറത്തുനിന്ന് കൂലിക്ക് കൊണ്ടുവന്ന ആളുകൾ കൂകി അധിക്ഷേപിച്ചപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മിണ്ടാതിരുന്നതും അവരോട് ഇത്തരം അപഹസിക്കുന്ന നടപടികൾ ഉണ്ടാകരുത് എന്ന് പോലും പറയാതിരുന്നതും തികഞ്ഞ മര്യാദകേടാണ്. ഒരിക്കലും ഒരു ജനപ്രതിനിധിയെ ഇതുപോലെ അധിക്ഷേപിക്കാൻ പാടില്ല. അദ്ദേഹം മുൻകൈയെടുത്തിട്ടാണ് അവിടെ 150ഓളം കുട്ടികളെ, പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിദേശത്തും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരല്ല, ആ 3 വാർഡിൽപ്പെട്ട 150ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അതിന് മുൻകൈയെടുത്തത് സ്പോൺസർഷിപ്പുകളും CSRകളും എല്ലാം സമാഹരിച്ച് 150ഓളം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് ഇപ്പോഴും MLA നേതൃത്വത്തിലാണ്. മാത്രമല്ല, ഇവർ പല വീടുകളിലും വാടകയ്ക്ക് പോയി താമസിച്ച സമയത്ത് അവർക്ക് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുത്തത് MLA. ഭക്ഷണത്തിന്റെ പണം സർക്കാർ കൊടുക്കാതിരുന്ന സമയത്ത് പല സ്ഥലത്തും പോയി ആ വീടുകൾ അന്വേഷിച്ചു പോയി അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുകയും അവർക്ക് ചികിത്സാ സഹായങ്ങൾ കൊടുക്കുകയും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി നിരന്തരമായ ബന്ധപ്പെട്ട് ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് T. സിദ്ദിഖ് MLA. അദ്ദേഹത്തെ അപമാനിച്ചതിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നത്. CPM പരിപാടിയല്ല, ഇത് ഔദ്യോഗിക പരിപാടിയാണ്. ഞങ്ങൾ CPM പരിപാടിയിൽ ക്ഷണിക്കാതെയല്ല ഞങ്ങൾ MLA കയറി ചെന്നത്. എന്നിട്ട് കൂലിക്ക് വിളിച്ചു വരുത്തിയ കുറെ ആളുകളെ കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA, ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു MLA അധിക്ഷേപിച്ചത് നോക്കി നിന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഓർത്ത് ഞങ്ങൾ ലജ്ജിക്കുക. മറുപടിയിലെങ്കിലും പറയേണ്ടത് ചെയ്തത് തെറ്റായിപ്പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞങ്ങളാണ് പറഞ്ഞത്. ഞങ്ങൾ ക്ഷണിക്കുന്ന ഒരു പരിപാടിയിലേക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കയറി എന്നിട്ട് ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂവിയാൽ അപ്പൊ നമ്മൾ എഴുന്നേറ്റ് പറയുമായിരുന്നു, നിങ്ങൾ കാണിക്കുന്നത് വൃത്തികേടാണ്, ചെയ്യരുത്, പുറത്താക്കുമെന്ന് പറഞ്ഞത്. അത് പറയാനുള്ള അന്തസ്സ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാണിച്ചില്ല.